മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവർ മരിച്ചാൽ അവരുടെ മൃതദേഹം ഭക്ഷിക്കാൻ ആർത്തി കാണിക്കുന്ന അഥവാ അതിനെ ഒരു സംസ്കാരമായി കാണുന്ന ആളുകൾ. വളരെ ഭയപ്പെടുത്തുന്ന ആചാരം. ആ ആചാരത്തിലൂടെ മനുഷ്യനുണ്ടായ അസുഖങ്ങൾ, അതിലൂടെ ഉണ്ടായ മരണങ്ങൾ. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ക്യാനിബലിസം അഥവാ നരമാംസ ഭോജനത്തിൻ്റെ നടുക്കുന്ന കാലം പറഞ്ഞ കഥകളാണ്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വർഷം 1764 ഒരു വേനൽക്കാലം. ഇറ്റലിയിലെ വെനീസിൽ അറിയപ്പെടുകയും ഏറെ ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു ഡോക്ടർ പതിവില്ലാതെ വിയർത്തു കുളിച്ചാണ് രാവിലെ ഉണർന്നത്. കിടക്കയിൽ നിന്ന് എണീറ്റ് മുറിയിലെ കണ്ണാടിയിലേക്ക് പുള്ളി ഒന്ന് നോക്കി. തൻ്റെ 2 കൃഷ്ണമണികളും ചുരുങ്ങി ചെറിയ പൊട്ടുപോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ വീട്ടിലെ ജോലിക്കാർ വിചിത്രമായ ആ കണ്ണുകളും നെറ്റിയിലെ തുള്ളി തുള്ളിയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളും ശ്രദ്ധിച്ചെങ്കിലും ആ ഡോക്ടർ ആ ലക്ഷണങ്ങൾ ഒന്നും കൂസാക്കിയതേയില്ല. പക്ഷെ അധികം വൈകാതെ തൻ്റെ ശരീരത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ അയാൾ നിർബന്ധിതനായി. ഉറക്കം എന്ന പ്രതിമാസം അയാളിൽ നിന്ന് ഓടിയകലുന്നതായി ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. പലപ്പോഴും ഉറക്കം കിട്ടാൻ കനത്ത അത്താഴവും സ്വാദിഷ്ടമായ ഇറ്റാലിയൻ വൈനും അകത്താക്കി നോക്കിയെങ്കിലും അയാൾക്ക് സൂര്യൻ ഉദിക്കുന്നതുവരെ വടി പോലെ തൻ്റെ കസേരയിൽ ഇരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തൻ്റെ രോഗത്തിനെ കുറിച്ച് സഹപ്രവർത്തകരായ ഡോക്ടർമാരോട് പറഞ്ഞു നോക്കിയെങ്കിലും ഉറക്കത്തിൻ്റെ കാരണങ്ങൾ അറിയില്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ ഡോക്ടർമാർക്ക് തങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കാനാകാതെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നിരവധി രോഗികളെ ചികിത്സിക്കുകയും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും ചെയ്ത ആ ഡോക്ടറെ തേടി മരണം വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ടെന്ന് അയാൾ ആ അവസരത്തിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. ഉറക്കം തീരെ കിട്ടാതിരുന്ന അയാൾ തുടർന്നുള്ള മാസങ്ങളിൽ തീവ്രമായി തളരുകയും നടക്കാൻ കഴിയാതെയാവുകയും ചെയ്തു. അപ്പോഴും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്ന അയാൾക്ക് തൻ്റെ ശരീരം പതിയെ ക്ഷയിച്ചു തീരുന്നത് നിസ്സഹായനായി തിരിച്ചറിയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഏതാണ്ട് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് 1 വർഷത്തിനപ്പുറം അയാൾ കോമ സ്റ്റേജിലേക്ക് വഴുതി വീണു. 1 വർഷത്തോളം ഉറക്കവും കാത്തിരുന്ന ആ കൺപോളകളെയും തേടി അവസാനം ഒരിക്കലും ഉണരാൻ കഴിയാത്ത ആ ഉറക്കം 1765 അടുത്തെത്തി. അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ നിഗൂഢമായ രോഗം അയാളുടെ പിന്തുടർച്ചക്കാരിലെ പലരെയും വേട്ടയാടിക്കൊണ്ടിരുന്നു. അവരും അയാളെ പോലെ ഉറക്കമില്ലാതെ മരണത്തിന് കീഴടങ്ങി. ഇന്നും ഈ രോഗം ആ കുടുംബത്തിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. 218 വർഷങ്ങൾ നിഗൂഢമായി ശാസ്ത്രത്തിൽ നിലകൊണ്ട ഈ രോഗത്തിന് കാരണമായ പ്രിയോൺസ് എന്ന ഒരു പുതിയ ഇനം പ്രോട്ടീനെ കണ്ടെത്തിയതിന് 1998 സ്റ്റാൻലി പ്രൂസിനാർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം ലഭിച്ചു. FFI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫറ്റാൽ ഫമിലിയൽ ഇൻസോമിനിയ എന്ന രോഗത്തിന് ചരിത്രാതീത കാലം മുതൽ മനുഷ്യനോടൊപ്പം നിലകൊള്ളുന്ന, എന്നാൽ ഇന്ന് ലോകത്തിൽ ഭൂരിപക്ഷം ജനതയും അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുമായി ശക്തമായ ബന്ധമുണ്ട്. ഇത് ആ അവിശ്വസനീയമായ മനുഷ്യ പ്രകൃതത്തിന്റെ കഥയാണ്. ക്യാനിബലിസം, അതായത് മനുഷ്യ മാംസം കഴിക്കുന്ന മനുഷ്യരുടെ കഥ. പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു വാക്കാണ് ക്യാനിബലിസം. മനുഷ്യൻ തന്നെ മനുഷ്യന്റെ മാംസം കഴിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാനിബലിസം എന്ന് ഇന്റർനെറ്റിൽ പരതിയാൽ ഇതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ ഭൂരിഭാഗം സംഭവങ്ങളെയും 2ആയി തരംതിരിക്കാൻ സാധിക്കും. ഒന്ന്, സർവൈവൽ ക്യാനിബലിസം, അതിജീവനത്തിന് വേണ്ടി മനുഷ്യമാംസം കഴിക്കേണ്ടി വരുന്ന പ്രവൃത്തി. 2, സൈക്കോപതോളജിക്കൽ ക്യാനിബലിസം, വ്യക്തിത്വ വൈകല്യങ്ങൾ കൊണ്ടോ ചില മാനസിക രോഗങ്ങളായിട്ടുള്ള സൈക്കോസിസ് പോലുള്ള അവസ്ഥകൾ കാരണമോ മനുഷ്യമാംസം കഴിക്കുന്ന പ്രവൃത്തി. വിമാനാപകടങ്ങളും കപ്പൽ കടലിൽ മുങ്ങി ഒറ്റപ്പെട്ട ദ്വീപിൽ പെട്ടപ്പോഴുമൊക്കെ പട്ടിണി സഹിക്കാൻ കഴിയാതെ അതിജീവനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ക്യാനിബലിസ്റ്റായി മാറുന്നവരൊക്കെ ആ പ്രവൃത്തിയോട് തീർത്തും അറപ്പും വെറുപ്പും ഉള്ളവരായിരിക്കും. ഗതികേട് കൊണ്ട് മനുഷ്യമാംസം കഴിക്കേണ്ടി വരുന്നവരാകട്ടെ ആജീവനാന്തം ആ ദുരനുഭവത്തിന്റെ ഉണങ്ങാത്ത ഓർമ്മകളും പേറി ജീവിക്കേണ്ടി വരും. ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ട് അതിജീവനത്തിന് വേണ്ടി സഹപ്രവർത്തകരുടെയോ കൂട്ടുകാരുടെയോ മൃതദേഹം കഴിക്കേണ്ടി വന്ന ആളുകളുടെ കഥ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ചില മാനസിക രോഗങ്ങൾ കാരണം ജഡം കഴിക്കുന്ന പ്രവൃത്തി. ഇതിന് ഉദാഹരണമായി നിരവധി പേർ കുപ്രസിദ്ധി നേടിയിട്ടുണ്ടെങ്കിലും അതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ജെഫ്രി ഡാമർ എന്ന അമേരിക്കൻ സീരിയൽ കില്ലറാണ്. 1978 മുതൽ
1991 വരെയുള്ള കാലഘട്ടത്തിൽ 17 യുവാക്കളെയാണ് ജെഫ്രി ഡാമർ കൊലപ്പെടുത്തിയത്. അതിൽ പലരുടെയും മാംസം അയാൾ അറുത്തെടുത്തിട്ട് വീട്ടിലെ അടുക്കളയിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുമുണ്ട്. ഈ പറഞ്ഞ തരത്തിലുള്ള കാനിബലിസം പൊതുവെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നതാണെങ്കിലും ആന്ത്രോപോളജിസ്റ്റുകൾ പഠന വിധേയമാക്കുന്നത് ചില സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന ചില പ്രവൃത്തികളെക്കുറിച്ചാണ്. ആന്ത്രോപോളജിസ്റ്റുകളാകട്ടെ മുൻപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായാണ് കാനിബലിസത്തെ തരംതിരിക്കുന്നത്. സ്വന്തം കൂട്ടത്തിലെ ആരെങ്കിലും സ്നേഹത്തിന്റെ പ്രതീകമായി കഴിക്കുന്നതിനെയാണ് എൻഡോ കാനിബലിസം എന്ന് അറിയപ്പെടുന്നത്. ഇത് സാധാരണയായി ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് നടക്കാറുള്ളത്. ഈ ചടങ്ങിനിടയിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ അല്ലെങ്കിൽ ശരീരം മുഴുവനായോ അകത്താക്കാറുണ്ട്. ഇതിന് വിപരീതമായിട്ടാണ് സ്വന്തം കൂട്ടത്തിന് പുറത്തുള്ളവരെ കഴിക്കുന്ന എക്സോ കാനിബലിസം. പലപ്പോഴും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഇതിനെ അക്രമങ്ങളുടെ പ്രതീകമായാണ് കാണുന്നത്. കാനിബൽ എന്ന വാക്കിന് പിന്നിൽ പോലും ഒരു ചരിത്രമുണ്ട്. അത് 1493 കൊളംബസ് കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലേക്ക് നടത്തിയ സമുദ്രയാത്രയുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. കരീബിയനിലെ ലെസർ ആന്റിലീസ് എന്ന ദ്വീപ സമൂഹത്തിൽ ജീവിച്ചിരുന്ന കരീബ്സ് എന്ന വംശജരെ വിളിക്കാനായിരുന്നു ഈ പേര് ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. സ്പാനിഷ് പര്യവേഷകരുടെ വിവരങ്ങൾ അനുസരിച്ച് പതിവായി മനുഷ്യമാംസം ചുട്ടു തിന്നുന്നവരായിരുന്നു കരീബ്സ്. അതുപതിയെ മറ്റു സമൂഹങ്ങളിലും മനുഷ്യമാംസം കഴിക്കുന്നവരെ വിളിക്കാനായി ഉപയോഗിച്ചു തുടങ്ങി. പല മനുഷ്യ സമൂഹങ്ങളിലും കാനിബലിസം നിലനിൽക്കുന്നുണ്ടെങ്കിലും പല സഞ്ചാരികളുടെയും പര്യവേഷകരുടെയും വിവരണങ്ങൾ നൂറ്റാണ്ട് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആധികാരികത വരുന്നത് 1979 ശേഷമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാനിബലിസം എന്ന വിഷയത്തിൽ കൂട്ടിച്ചേർത്ത് 1979 വില്യം ആരൻസ് പ്രസിദ്ധീകരിച്ച ദി മാൻ ഈറ്റിംഗ് മിത്ത് എന്ന പുസ്തകം ആന്ത്രപ്പോളജിയിൽ ഒരുപാട് ചർച്ചകൾക്ക് വേദിയൊരുക്കിയ പുസ്തകമാണ്. 15-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ പര്യവേഷകരും ആന്ത്രപ്പോളജിസ്റ്റുകളും കാനിബലിസം ചില സമൂഹങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ഒരു കൾച്ചറാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ ഒരു സമയത്തും ലോകത്ത് ഒരിടത്തും ഏതെങ്കിലും സമൂഹങ്ങളിലെ കൾച്ചറിന്റെ ഭാഗമായിരുന്നിട്ടില്ല കാനിബലിസം എന്നുള്ള ഒരു വിചിത്രവാദമാണ് ആ പുസ്തകം മുന്നോട്ട് വെച്ചത്. യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാൻ അവിടെയുള്ള പ്രാദേശിക ജനങ്ങളെ നരഭോജികളായി എന്നൊക്കെയാണ് ആ പുസ്തകത്തിലെ ചില അവകാശവാദങ്ങൾ. യൂറോപ്യന്മാർ തങ്ങളുടെ ശക്തി അവിടെ സ്ഥാപിക്കാനും മറ്റും ഇതുപോലുള്ള ചില തെറ്റിദ്ധാരണകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും വില്യം ആരൻസ് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വസ്തുത വിരുദ്ധമായിരുന്നു. ആന്ത്രപ്പോളജിയിലെ ചില ഗവേഷണങ്ങളെ സ്വാധീനിക്കാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞെങ്കിലും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളൊന്നും ആന്ത്രപ്പോളജിസ്റ്റുകൾ കാര്യമായി എടുക്കാറില്ല. കാനിബലിസത്തിന് നേരിട്ടുള്ള തെളിവുകൾ ഒന്നും ഇല്ലെന്ന് പറയുന്ന ആരൻസിന്റെ വാദങ്ങൾക്കെതിരായി കാനിബലിസം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് അല്ലെങ്കിൽ ഐ വിറ്റ്നസ് കിട്ടാത്തതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് സാപ്പിയൻസ് എന്ന പുസ്തകം എഴുതാൻ തന്നെ ഇൻസ്പയർ ചെയ്ത പുസ്തകം എന്ന് യുവാൽ നോവ ഹരാരി പറഞ്ഞിട്ടുള്ള സാപ്പിയൻസ് ഒക്കെ ഇറങ്ങുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പോപ്പുലർ ആന്ത്രപ്പോളജി പുസ്തകങ്ങളിലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്ന ഗൺസ് ജെയിംസ് ആൻഡ് സ്റ്റീൽ എഴുതിയ ജാർഡ് ഡയമണ്ട് തനിക്ക് ഒരിക്കൽ കാനിബലിസവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം നേച്ചർ മാസികയിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. 1965 താൻ ന്യൂ ഗിനിയിലെ ഒരു വിദൂരമായ ക്യാമ്പിൽ ഒരു കൂട്ടം ന്യൂ ഗിനി ജോലിക്കാരുമായി പക്ഷികളെ ശേഖരിക്കുന്നതിനിടയ്ക്ക് തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഹെനോബെ എന്ന തൻ്റെ ഒരു ജോലിക്കാരനുമായി ആ നാട്ടിലെ ഒരു ഭാഷയിൽ എന്തോ സംസാരിക്കുന്നു. തൻ്റെ മകൾക്ക് സുഖമില്ലെന്നും അത് അറിയിക്കാനാണ് അയാൾ വന്നതെന്നും പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഹെനോബെ പോയി. അവരുടെ സംസാരം കേട്ട ചില ന്യൂ ഗിനി സ്നേഹിതരാണ് ജാർഡിനോട് യഥാർത്ഥ കാരണം പറഞ്ഞു കൊടുത്തത്. ഹെനോബയുടെ ഭാവി മരുമകൻ മരണപ്പെട്ടുവെന്നും ആ ജഡം തിന്നുന്ന ചടങ്ങിലേക്ക് ഹെനോബയെ ക്ഷണിക്കാനുമാണ് അയാൾ വന്നതെന്നും സമീപവാസി അയാളോട് പറഞ്ഞു. ജഡം കഴിക്കുന്ന ചടങ്ങിനെക്കുറിച്ച് ജാരഡിന്റെ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ വിശദമായ വിവരണങ്ങൾ തന്നെയാണ് ജഡം കഴിക്കാൻ തയ്യാറാകുന്ന സമയത്ത് അവിചാരിതമായി ഗ്രാമത്തിലെത്തിയ ചില ഓസ്ട്രേലിയൻ പാട്രോൾ ഓഫീസർമാർ വിവരിച്ചതും. തന്നെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തന്റെ അനുഭവം ദൃക്സാക്ഷി വിവരണമല്ലെന്നും ജാരഡ് ആ ലേഖനത്തിൽ പറയുന്നു. കാനിബലിസം ഏതെങ്കിലും സമൂഹങ്ങളിൽ അംഗീകരിച്ച ആചാരമായിരുന്നു എന്നുള്ളതിന്റെ ദൃക്സാക്ഷി വിവരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ വാശി പിടിക്കുമ്പോഴും കാനിബലിസം മെഡിസിന് നോബൽ പ്രൈസ് വാങ്ങിക്കൊടുത്ത ഒരു കഥയുണ്ട്.
ഓസ്ട്രേലിയക്ക് തൊട്ടു മുകളിലായി പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് പപ്പുവ ന്യൂ ഗിനിയ. സാംസ്കാരിക വൈവിധ്യങ്ങൾ കാരണവും ജൈവ വൈവിധ്യങ്ങൾ കാരണവും പേര് കേട്ടിട്ടുള്ള ഈ നാട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരുണ്ട്. ഇതിൽ 1930 വരെ പുറം ലോകവുമായി ബന്ധമില്ലായിരുന്ന ജനങ്ങളായിരുന്നു പപ്പുവ ന്യൂ ഗിനിയയിലെ കിഴക്കൻ മലനാടുകളിൽ ജീവിച്ചിരുന്ന ഫോറെ എന്ന് അറിയപ്പെടുന്ന മനുഷ്യർ. 1950 വരെ ഈ മനുഷ്യരെ കുറിച്ച് ആരും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. പര്യവേഷണത്തിന് എത്തിയ പട്രോൾ ഓഫീസർമാരും ഇവരെക്കുറിച്ച് പഠിക്കാൻ എത്തിയ ആന്ത്രപ്പോളജിസ്റ്റുകളുമാണ് അസാധാരണമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാലം കഴിഞ്ഞു പോകുന്നതും അവിടുത്തെ സ്ത്രീകളുടെ എണ്ണം വല്ലാണ്ട് കുറഞ്ഞു വരുന്നു. യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ പോലും സ്ത്രീകളെ കിട്ടാനില്ലാത്ത തരത്തിൽ ആ ജനസംഖ്യയിൽ സ്ത്രീ പുരുഷ അനുപാതം വ്യത്യസ്തപ്പെട്ടിരുന്നു. കാലുകൾ നിലത്തുറക്കാതിരിക്കുക, കൈകാലുകൾക്ക് മുട്ടിനും വേദനയുണ്ടാവുക, അനിയന്ത്രിതമായി ചിരിച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയവയായിരുന്നു ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് മരണം ഉറപ്പായിരുന്നു. ഈ രോഗം വന്നവർ നിരന്തരമായി വിറച്ചുകൊണ്ടിരിക്കാറുള്ളത് കൊണ്ട് തന്നെ ഫോറെ ഭാഷയിൽ പനി കൊണ്ട് വിറയ്ക്കുക എന്ന അർത്ഥമുള്ള കുറു എന്ന പേരാണ് ഈ രോഗത്തിന് അവർ കൊടുത്തിരുന്നത്. പക്ഷേ പ്രാകൃതമായ ജീവിത രീതികളും എണ്ണമില്ലാത്ത അന്ധവിശ്വാസങ്ങളിലും മുങ്ങിക്കിടന്ന ഫോറെ ജനത കരുതിയിരുന്നത് കുറു ദുർമന്ത്രവാദത്തിന്റെ ഫലമാണ് എന്നായിരുന്നു. 1957 ഫോറെ ട്രൈബ് പ്രദേശത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള വിൻസെന്റ് സീഗാസ് ആണ് വൈറോളജിസ്റ്റായ ഡോക്ടർ കാൾട്ടൺ ടജുഡാസക്കിനെ ഈ രോഗവുമായി പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൽ മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഈ രോഗം മസ്തിഷ്കത്തിനെയും നാഡികളെയും ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെന്ന് ആദ്യമായി ഒരു മെഡിക്കൽ വിവരണം പ്രസിദ്ധീകരിക്കുന്നത് കാൾട്ടൺ ആണ്. ഈ രോഗത്തിന്റെ കാരണം എന്തെന്നോ ഇത് പകരുന്നതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഗവേഷണത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിൽ നിന്നും മൈക്കൽ ആൽപേഴ്സ് എന്ന ഒരു ഗവേഷകൻ കൂടി കാൾട്ടനോടൊപ്പം കൂടുന്നു. രോഗത്തിന്റെ ആദ്യ ലക്ഷണം മുതൽ ചലിക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ഒടിവില്ലാത്ത ഘട്ടം വരെയും ലക്ഷണങ്ങൾ അവർ രണ്ടുപേരും നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും കുറവിന്റെ യഥാർത്ഥ കാരണമോ എന്തുകൊണ്ടാണ് ഈ രോഗം ഫോറെ ട്രൈബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെയാണ് ചെമ്മരിയാടുകളിൽ 100-200 വർഷമായി ഇങ്ങനെയൊരു രോഗം കണ്ടുവരുന്നുണ്ടെന്ന് അവർ അറിയുന്നത്. ആ രോഗം ഒരു ചെമ്മരിയാടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടർത്താനും കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആ വഴിയിലൂടെ ചിന്തിക്കാൻ കാൾട്ടൺ തുടങ്ങി. കുറുബാധിതരായ ഒരാളിൽ നിന്ന് രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഒരു വസ്തു മനുഷ്യനോട് പരിണാമപരമായി ഏറ്റവും അടുത്ത ജീവിയായ ചിമ്പാൻസിലേക്ക് കടത്തിവിടാൻ കഴിയുമോ എന്നാണ് അയാൾ ചിന്തിച്ചത്. കിഗിയ എന്ന പേരുള്ള ഒരു 11 വയസ്സുകാരി കുറു കാരണം മരിച്ചപ്പോൾ അവളുടെ തലച്ചോറിന്റെ ഒരു സാമ്പിൾ എടുത്ത് അമേരിക്കയിലേക്ക് അയക്കുകയും അവിടെ ഡെയ്സി എന്നു പേരുള്ള ഒരു ചിമ്പാൻസിലേക്ക് അത് കുത്തിവെക്കുകയും ചെയ്തു. കൃത്യം 20 മാസങ്ങൾക്ക് ശേഷം ചിമ്പാൻസി കുറുവിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ആ പരീക്ഷണത്തിലൂടെ കുറുവിന് പകരാൻ സാധിക്കുമെന്ന് തെളിയിച്ചെങ്കിലും എന്താണ് രോഗത്തിന്റെ കാരണമെന്ന് അപ്പോഴും അവ്യക്തമായിരുന്നു. ഇതിനിടയ്ക്ക് ഷേർലി ലിൻഡൻ ബോൺ എന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ശേഖരിച്ച കുറുബാധിതരായ രോഗികളുടെ ഡേറ്റയിൽ നിന്ന് ഊരിത്തിരിഞ്ഞ ഒരു പുതിയ വിവരം ഈ ഗവേഷണത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി മാറി. 1960 ശേഷം ജനിച്ച ആർക്കും കുറു ബാധിച്ചിട്ടില്ല എന്നതായിരുന്നു ആ പുതിയ വിവരം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നടന്ന എന്തോ ഒരു മാറ്റത്തിന് ഈ രോഗവുമായി ബന്ധമുണ്ടെന്ന് അവർ അനുമാനിച്ചു. 1960 നിരന്തരമായി ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സമ്മർദ്ദം മൂലം ഫോറെ ട്രൈബിൽ നിലനിന്നിരുന്ന കാനിവലിസം പൂർണ്ണമായും അവസാനിക്കുന്നത്. 1967 കൂടി കുറുവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു. ഫോറെ ട്രൈബുകാരുടെ വിശ്വാസം അനുസരിച്ച് ആരെങ്കിലും മരിച്ചാൽ അവരുടെ ജഡം കഴിക്കേണ്ടത് സ്ത്രീകളുടെ ചുമതലയായിരുന്നു. കൂടാതെ സ്ത്രീകൾ ജഡം പാകം ചെയ്തത് അവരുടെ കുട്ടികൾക്ക് അത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഏതാണ്ട് 10 വയസ്സിന് ശേഷം ആൺകുട്ടികളെ ഈ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഈ രോഗം കൂടുതൽ കണ്ടുവന്നിരുന്നത്. മരിച്ച വ്യക്തികളുടെ തലച്ചോറ് കഴിക്കുന്നതിലൂടെ കുറുവിന് കാരണമായ ആ ഏജന്റ് അടുത്ത വ്യക്തിയിലേക്ക് പടരുന്നു. തൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് ഡോക്ടർ കാൾട്ടൺ ഗജു ടാസക്കിന് 1976 മെഡിസിന് നോബൽ സമ്മാനം ലഭിച്ചു. ട്രെയിനിങ് കൊണ്ട് ഒരു വൈറോളജിസ്റ്റ് ആയിരുന്ന കാൾട്ടൺ കരുതിയിരുന്നത് നരഭോജനത്തിലൂടെ വളരെ പതിയെ പ്രവർത്തിക്കുന്ന ഒരു വൈറസ് അടുത്ത വ്യക്തിയിലേക്ക് പകരുമെന്നായിരുന്നു.
പക്ഷേ ഈ രോഗത്തിന്റെ അടിസ്ഥാന കാരണം ഒരു പ്രോട്ടീൻ ആണെന്ന് കണ്ടെത്തിയത് സ്റ്റാൻലി പ്രുസിനർ ആണ്. നമ്മളിൽ എല്ലാവരിലുമുള്ള ഈ പ്രോട്ടീൻ മ്യൂട്ടേഷനിലൂടെ അതിൻ്റെ ഷേപ്പ് മാറുകയും തുടർന്ന് മറ്റുള്ള പ്രോട്ടീനുകൾക്ക് അതിൻ്റെ പുതിയ ഷേപ്പ് പകർന്നു കൊടുത്തുകൊണ്ടായിരുന്നു ഈ രോഗം പടർന്നുകൊണ്ടിരുന്നത്. ഈ പ്രോട്ടീനുകളെയാണ് പ്രിയോൺസ് എന്ന് വിളിക്കുന്നത്. പ്രിയോൺ രോഗങ്ങൾ എന്നാണ് പ്രിയോൺസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ പൊതുവെ വിളിക്കാറുള്ളത്. ഫോറേ ട്രൈബിലെ കുറുവിന് സമാനമായ കന്നുകാലികളിൽ കാണുന്ന മാഡ് കൗ ഡിസീസ്, ഉറക്കം കിട്ടാതെ മരിക്കുന്ന ഫറ്റാൽ ഫമിലിയൽ ഇൻസോംനിയ, ബ്ലെസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിനുണ്ടാവുന്ന മറവിക്ക് കാരണമായ അൽഷിമേഴ്സ് ഡിസീസ്, ഇതൊക്കെ പ്രിയോൺ രോഗങ്ങൾക്കുള്ള ഉദാഹരണമാണ്. ഞാൻ ചെയ്തത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ ജെഫ്രി ഡാമർ എന്ന സീരിയൽ കില്ലർ വിചാരണ കഴിഞ്ഞ് 941 വർഷത്തേക്ക് ജയിലിൽ ശിക്ഷ ഏറ്റുവാങ്ങിയപ്പോൾ ലോകത്തിന്റെ വേറൊരു കോണിൽ കാനിബലിസം സ്നേഹത്തിന്റെയും പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖസൂചകമായാണ് വിലയിരുത്തപ്പെട്ടത്. മൊറാലിറ്റിയിൽ ആത്യന്തികമായി ശരിയും തെറ്റുമുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും ശരിയും തെറ്റും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വളർന്നു വന്ന കൾച്ചറിന്റെ അവശേഷിപ്പുകളാണ്. മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്ത ഒരു കണ്ണടയിലൂടെ നോക്കുന്നത് കൊണ്ടാണ് ആർത്തവം അശുദ്ധമായും ഹോമോസെക്ഷുവാലിറ്റി പാപമായും കുട്ടികളുടെ കവിളിലൂടെ കമ്പി കുത്തിയിറക്കുന്നത് ഭക്തിയുമായൊക്കെ തോന്നുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.